ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുപ്പതി ട്രാവൽ വ്ളോഗെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ചെട്ടിനാട് സാരി വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് മെസ്സേജസ് ഇട്ടേക്കാണ്. അപ്പോൾ നമുക്ക് അതെല്ലാം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം. സാരീസ് എല്ലാം സോർട്ട് ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള പരിപാടികളിൽ നിൽക്കുകയാണ്. ഒരുപാട് പേര് ഫോട്ടോസൊക്കെ ആവശ്യപ്പെട്ടു. നമ്മൾ കാണിച്ചില്ലല്ലോ, ജസ്റ്റ് ഒന്ന് കളക്ഷൻസ് കാണിച്ചതല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നോക്കിക്കേ, ഇത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് വാങ്ങിയ ഒരു ചെട്ടിനാട് സാരി കേട്ടോ. അമ്മയ്ക്ക് യെല്ലോ ഇത് യെല്ലോ അല്ല, ഒരു ഓറഞ്ച് ഷെയ്ഡ് വിത്ത് റെഡ് കളർ കോമ്പിനേഷനിൽ വരുന്ന നല്ലൊരു കിടില സാരി. അതിൻ്റെ തന്നെ സെയിം ആയിട്ടുള്ള അതേ വേറെയും അതിൻ്റെ വേറെ സെയിം ആട്ടോ. ഇതിൻ്റെ തന്നെ യെല്ലോ വരുന്നതുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അമ്മയ്ക്ക് എടുത്തപ്പോൾ ആ സാരി, അതേപോലത്തെ സാരി ഒരുപാട് പേര് അന്വേഷിച്ചു. അതാദ്യതേ ഇരിപ്പുണ്ട്, യെല്ലോ റെഡ് കോമ്പിനേഷൻ വരുന്ന സാരി. അമ്മയ്ക്ക് കൊടുത്ത സെയിം കളറ് ഓറഞ്ച്, ചെറിയൊരു യെല്ലോ, അത്രയും ഡിഫറൻസേ ഉള്ളൂ. സെയിം നമ്മളെ ഉണ്ടായിരുന്നില്ല അവിടെ, അതുകൊണ്ടാണ് എടുക്കാത്തത് കേട്ടോ. അപ്പോൾ അതുണ്ട്. ഈ സാരിക്ക് ഒരുപാട് പേര് ചോദിച്ചിരിക്കുകയാണ് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ. ആ കളർ കോമ്പിനേഷൻ കണ്ടിട്ടോ ഞാൻ എടുത്തത്. പിന്നെ ഇത് ദീപ ചേച്ചിക്കും, അല്ല, ഇത് കള്ളിക്കാട് അമ്മയ്ക്ക് എടുത്ത സാരിയാണേ. ഒരു സിമ്പിളായിട്ടുള്ള ചെട്ടിനാട് സാരി. ആക്ച്വലി ചെട്ടിനാട് സാരി കൂടുതലും പോകുന്നത്, അവരുടെ തമിഴ്നാട്ടിൽ പോകുന്നത് ചെക്ഡ് ആയിട്ടുള്ള സാധനം കേട്ടോ. പക്ഷെ നമുക്കതിവിടെ എടുത്താൽ നമ്മുടെ ലുങ്കി പോലെ ഇരിപ്പുണ്ട്. ഇത് ദീപ ചേച്ചിക്ക് എടുത്ത സാരിയാണേ, ലുങ്കി പോലെ ഇരിക്കും, അതുകൊണ്ട് പിന്നെ എടുത്തില്ല. ഇതിൻ്റെയൊക്കെ വേറെ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇതൊക്കെ അതാണ്, ഒന്നും ഓപ്പൺ ചെയ്തില്ല, ജസ്റ്റ് എല്ലാം എടുത്തൊക്കെ വയ്ക്കുന്നതേ ഉള്ളൂ. ആദ്യം ഫോട്ടോസ് എടുത്ത് നമുക്ക് എൻക്വയറീസ് വന്നവർക്ക് അയച്ചു കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നിൽക്കുകയാണ്. ഞാനിന്ന് നേരെ നെട്ടയം പോവും. ഇത് രണ്ടാമത്തെ സെക്ഷൻ നമ്മൾ വാങ്ങിച്ച സാരി ഇത് എവിടെ അടുക്കി പറക്കി വെച്ചിട്ടുണ്ട്. നല്ല കളർ കോമ്പിനേഷനുള്ള സാരീസ് ആട്ടോ അതൊക്കെ. എല്ലാത്തിൻ്റെയും ഫോട്ടോസ് സൂൺ ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇടുന്നതായിരിക്കും. എല്ലാ കളറും ഓരോ പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിൻ്റെ മാത്രം 2 പീസ് കിട്ടി. ഇത് ഓൾറെഡി 3-4 പേര് ഫോട്ടോസൊക്കെ ചോദിച്ചിരിക്കുകയാണ്. 2 പേര് വേണം എന്ന് തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ആർക്കൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമ്മൾ ഈ കാർ എടുക്കാനുള്ള കാര്യം അതിൻ്റെ മൈലേജാണ്. 25 വരെയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ കുറേ പേരെന്നെ കളിയാക്കി ചിരിച്ചുകൊണ്ട് സ്മൈലിയൊക്കെ ഇട്ട് കേട്ടോ. ഇത് നോക്കിയേ, നമുക്ക് തിരുപ്പതി പോയിട്ട് വന്നപ്പോൾ കിട്ടിയ മൈലേജാണ് 24.3. 28 ആണ് കമ്പനി പറയുന്ന മൈലേജ് എങ്കിലും നമുക്കിപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. 25 കിട്ടി. ഞാനിപ്പോൾ ഉള്ളത് കാണിച്ചതാണ്. ഞാൻ പറഞ്ഞു, കള്ളം പറഞ്ഞു എന്നുള്ളൊരിത് വേണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് നിലവിൽ കാറിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന മൈലേജ് ഇതാണ്. നമുക്ക് 25 അബവ് ഒക്കെ കിട്ടിയായിരുന്നു. പക്ഷേ ഇതപ്പോൾ നമുക്ക് കാറിൽ നിലവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന കിലോമീറ്റർ മൈലേജ് ഇത് എത്രയാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ കാറും എടുത്ത് കുമാരപുരത്തുള്ള ഗ്ലോ ഫാക്ടറി പ്രീമിയം കാർ വാഷ് എന്ന് പറഞ്ഞുള്ള സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. കുമാരപുരത്താട്ടോ ഈ ഒരു സർവീസ് സെൻറ്റർ വരുന്നത്. ഇവിടെ ആക്ച്വലി വന്നത് നമ്മുടെ കാറിന് ഒന്ന് കൂളിംഗ് പേപ്പർ ഒട്ടിക്കണം, പിന്നെ എന്തോ ആൻറ്റി ഗ്ലെയർ എന്തോ സംഭവം എന്തൊക്കെയോ ഒട്ടിക്കണം, ഫുൾ ഫ്ലോർ മാറ്റ് ചെയ്യണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. ഏട്ടൻ കാറും കൊണ്ട് വന്നു. പുറകെ ഞാൻ സ്കൂട്ടറും കൊണ്ട് ചെന്നിട്ട് ഏട്ടനെ വിളിച്ചുകൊണ്ട് നേരെ നെട്ടയത്ത് പോവാം കേട്ടോ. ഏട്ടൻ കാറും കൊണ്ട് വന്നു. ഞാൻ വേദയെ കൊണ്ടുവന്ന് നെട്ടയത്താക്കിയ ശേഷമാണ് ഏട്ടനെ വിളിക്കാനായിട്ട് വന്നത്. എന്നിട്ട് ഏട്ടനെ വിളിച്ച് നമ്മൾ നേരെ നെട്ടയത്ത് പോവാം. ഇന്നിപ്പോൾ ഉച്ചകൂണെല്ലാം നെട്ടയത്താണ്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞാനൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. നമ്മുടെ ചെട്ടിനാട് സാരി കുറച്ച് നമുക്ക് വീഡിയോസ് പോലും ഇടാണ്ട് നമ്മുടെ വീഡിയോയും സ്റ്റാറ്റസും, നമ്മുടെ മീൻസ് യൂട്യൂബ് വീഡിയോയും ഇൻസ്റ്റയിലെ സ്റ്റാറ്റസും ഒക്കെ കണ്ടിട്ട് ഒരുപാട് ഓർഡേഴ്സ് വന്നു. ഒരു 6 സാരി നമുക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ സാരിയും കൊറിയർ ചെയ്ത ശേഷമാണ് നേരെ നെട്ടയത്തേക്ക് വന്നത്. രാവിലെ തന്നെ വേദ എണീറ്റു. ഇങ്ങോട്ടേക്ക് നെട്ടയത്ത് ചീമയുണ്ട്, ചീമ ഉള്ളത് കൊണ്ട് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ട് 8 മണിയായപ്പോൾ വേദ റെഡി ആയിരുന്നു. ഞാൻ പക്ഷേ രാവിലെ എണീറ്റ് കുറേ ഫോട്ടോസ് ഇട്ടു, അങ്ങനെ സ്റ്റാറ്റസ് ഇട്ടു, ഇൻസ്റ്റാഗ്രാമിലിട്ടു. കുറേ ഓർഡേഴ്സ്, കുറേ മീൻസ് ഈ ഒരു 6 സാരിയുടെ ഓർഡർ വന്നു. അതെല്ലാം എഴുതി പറക്കിയൊക്കെ എടുത്ത് DTDC കൊടുത്തിട്ടാണ് വന്നത്. അപ്പോൾ DTDCന്ന് ഞങ്ങൾക്കൊരു കുഞ്ഞ് ഓണം ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കുക കേട്ടോ. ഞങ്ങൾ പേയാട് DTDC വഴിയാണ് എല്ലാ കൊറിയേഴ്സും അയക്കുന്നത്. അവിടെ നിന്ന് പോവാത്ത, ഹോം ഡെലിവറി അവർ ചെയ്യാത്ത ഏരിയാസിൽ മാത്രം പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുന്നത്. അപ്പോൾ ഗിഫ്റ്റിന് കുറച്ച് കനമൊക്കെ ഉണ്ടാകുന്ന നോക്കുകയാണ്. അങ്ങനെ പൊട്ടിച്ചപ്പോൾ തന്നെ ഇതേ വേദ ഫുൾ ഹാപ്പി. വേദയെക്കാട്ടി ഹാപ്പി ചീമ കേട്ടോ. നമ്മുടെ കിൻഡർ ജോയിയുടെ മറ്റേ ബോൾസിൻ്റെ പാക്കറ്റില്ലേ, അതൊന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു പരിപ്പ് പായസത്തിൻ്റെ മിക്സ് കിട്ടിയിട്ടുണ്ട്. ശർക്കര വരട്ടിയുണ്ട്, ചിപ്സ് ഉണ്ട്. പിന്നെ ഇതേ ഒരു ഡയറി മിൽക്കിൻ്റെ കാഡ്ബറീസിൻ്റെ ഒരു സെലിബ്രേഷൻ ബോക്സും ഉണ്ട് കേട്ടോ.
താങ്ക് യു DTDC. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നല്ല സഹകരണം കേട്ടോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പേയാട് DTDC വഴി കിട്ടുന്നത്. അവർ ഇപ്പോൾ 3 വർക്കിംഗ് ഡേയ്സിന് നമുക്ക് എല്ലായിടത്തും ഹോം ഡെലിവറി കിട്ടുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ഹോം ഡെലിവറി അവർ ചെയ്യില്ല, അത് ഇവരുടെ പ്രശ്നമല്ല. ചില സ്ഥലങ്ങളിൽ ചെയ്യില്ല എന്ന് പറയും. അപ്പോൾ ഞാൻ വിളിച്ച് ഇവരോട് ക്ലിയർ ചെയ്യുമ്പോൾ സംസാരിക്കുമ്പോൾ ഇവരത് അവിടെ വിളിച്ച് ക്ലിയർ ചെയ്തിട്ട് ആ ഏരിയയിൽ ഹോം ഡെലിവറിയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തുണ്ടെങ്കിലും ഏത് രാത്രി വേണേലും വിളിച്ച് സംസാരിക്കാം, ഡൗട്ട് ക്ലിയർ ചെയ്യാം. അങ്ങനെയൊക്കെ ഉള്ള ഒരു കൊറിയർ സർവീസാണ് നമ്മളിപ്പോൾ അയച്ചുകൊണ്ടിരിക്കുന്ന DTDC കൊറിയർ സർവീസ് എന്ന് പറയുന്നത് കേട്ടോ. ഒപ്പം തന്നെ അതേ ഗിഫ്റ്റും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആ കിൻഡർ ജോയ് അപ്പോൾ തന്നെ ഞങ്ങൾ 3ആയിട്ട് ഷെയർ ചെയ്ത് കഴിച്ചു. അതിലൊരെണ്ണം കൂടി ഉണ്ടായിരുന്നു, പിന്നെ അതിന് ഞാനും വേദയും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു. പിന്നെ അതേ കാഡ്ബറീസ് സെലിബ്രേഷൻ ബോക്സ്, അതിൽ ഡയറി മിൽക്ക്, ജേംസ് കണ്ടപ്പോൾ വേദയ്ക്ക് പോയിസൺ ഗെയിം കളിച്ചാലേ പറ്റത്തുള്ളൂ. അതിൽ കുഞ്ഞൊരു ജേംസ് കേട്ടോ, അതിൽ പോയിസൺ ഗെയിം ഒന്നും കളിക്കാനായിട്ടില്ല. പിന്നീട് ചീമ പറഞ്ഞു എനിക്ക് ചീമ കളിക്കാം, കുഴപ്പമില്ല വാ നമുക്ക് കളിക്കാമെന്നൊക്കെ പറഞ്ഞ് ചീമ സമ്മതിപ്പിച്ചൊക്കെ വച്ചിരിക്കുകയാണേ. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു കുഞ്ഞ് കൊളാബ് ഷൂട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ ഷൂട്ടിൽ വേദയും ഉണ്ട് കേട്ടോ. അങ്ങനെ വേദയും ഞാനും കൂടി ആ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എത്ര ദിവസം അവർ പറഞ്ഞെന്ന് അറിയോ, നമ്മൾ ഈ യാത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ചെയ്യാതെ അങ്ങനെ നിൽക്കുകയായിരുന്നു. ഇന്നിപ്പോൾ നെട്ടയത്തും വന്നു എങ്ങനെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് പിന്നെ ഏട്ടനുണ്ടായിരുന്നു. ഏട്ടനെ പിടിച്ച് മൃഗത്തിൽ ചെയ്തതാന്നൊക്കെ പറഞ്ഞ് എന്തോ ഭാഗ്യത്തിന് ചെയ്തൊക്കെ തന്നു കേട്ടോ. അത് കഴിഞ്ഞ് കാർ എടുക്കാൻ പോകാമെന്നും പറഞ്ഞ് ഇറങ്ങിയതും പെരുമഴയും ഒരു കാറ്റും എവിടെ നിന്ന് വന്നെന്നറിയില്ല. നല്ല വെയിലുണ്ടായിരുന്നു. ഞാനും ഏട്ടനെ ഇറങ്ങിയതും ഭയങ്കര മഴ. പിന്നെ അകത്ത് കയറി കേട്ടോ. കാർ വാഷ് കൂടെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുൾ മാറ്റ് അടിക്കണം, ആൻറ്റി ക്ലെയർ അടിക്കണം, പിന്നെ ലൈറ്റായിട്ടുള്ളൊരു കൂളിംഗ് പേപ്പർ ഒട്ടിക്കണം. അപ്പോൾ അത്രയും നമുക്ക് ഇവിടെ ട്രിവാൻഡ്രമൊക്കെ വിട്ട് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലൊക്കെ ചെന്നാൽ ഗ്ലാസ്സിൽ നിന്ന് പുറത്തുനിന്ന് വരുന്ന വെയിൽ അതിഭീകരം കേട്ടോ. നമുക്ക് കയ്യിലൊക്കെ അടിച്ച് കൈ പൊള്ളി പോകുന്ന രീതിയിലുള്ള വെയിലായിരിക്കും വരുന്നത്. അതുകൊണ്ട് അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഒരു നെറ്റ് ബാക്കിൽ ഇതിയുടെ സൈഡിലും ചെയ്യണം കേട്ടോ. ഇത്രയാണ് ഇനി ആ കാറിൽ ചെയ്യാനായിട്ട് ബാക്കിയുള്ളത്. അപ്പം നെറ്റ് അവിടെ ചെയ്യില്ല എന്ന് പറഞ്ഞത് പുറത്ത് എവിടെയെങ്കിലും കൊടുത്ത് ചെയ്യണം. ഇത്രയാണ് കാറിൽ ചെയ്യാനുള്ളത്. ഇപ്പോൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഈ 1-2 കാര്യങ്ങൾ ചെയ്യുകയാണ്. പിന്നെ ഓണവും കൂടി ആയതുകൊണ്ട് എല്ലായിടത്തും ഭയങ്കര ബിസി ആട്ടോ. നമ്മളിപ്പോൾ കൊടുത്താലും ചിലപ്പോൾ അപ്പം തന്നെ കിട്ടണമെന്നില്ല. അഥവാ കിട്ടിയാലും പെട്ടെന്നൊക്കെ ചെയ്യുമ്പോൾ അത്രയും നീറ്റായിട്ട് ചെയ്യുമോ ഇല്ലെന്ന് നമുക്കൊരു ടെൻഷൻ, നമ്മുടെ കാറിൽ ചെയ്യുമോ ഇല്ല എന്നുള്ളൊരു ടെൻഷൻ. അപ്പോൾ അത്യാവശ്യം വേണ്ട ഈ ഫുൾ മാറ്റ് അത്യാവശ്യമുള്ള കാര്യമായിരുന്നു. അത് ആക്ച്വലി കമ്പനി അത് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ സമാധാനത്തിന് അത് വൃത്തിക്ക് കിടക്കണമെങ്കിൽ ഫുൾ മാറ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ചെയ്യാൻ കൊടുത്തത്. ചീമയും വേദയും കൂടി ഇപ്പോൾ പോയിസൺ ഗെയിം കളിക്കുകയാണ്. എനിക്കിതിനൊന്നും നേരമില്ല കേട്ടോ. ഞാൻ നേരത്തെ കൊളാബ് വീഡിയോ എടുത്തില്ലേ, അത് എഡിറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ചെറുതായിട്ട് മഴയും മാറി. അങ്ങനെ നേരെ നമ്മൾ കാർ എടുക്കാനായിട്ട് പോയി. വേദ ഇവിടെ നിർത്തിയിട്ടാണ് പോകുന്നത് കേട്ടോ. വേദ വരുന്നില്ല എന്ന് പറഞ്ഞു. ചീമ ഉള്ളത് കൊണ്ടാവും വേദ വരുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ വേദ നിർത്തിയിട്ട് ഞാൻ വെള്ളം കൂടി പോയി. ഓണം തേങ്ങെത്തി. റോഡെല്ലാം ഭീകര തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു നമ്മുടെ കാർ എങ്ങനെയുണ്ട്, പെർഫോമൻസ് എങ്ങനെയുണ്ട്, മൈലേജ് എങ്ങനെയുണ്ട്. മൈലേജിൻ്റെ കാര്യം ഞാൻ നേരത്തെ കാണിച്ചു. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. ബെലേനെ വെച്ച് നമ്മുടെ ഹൈറൈഡർ കമ്പയർ ചെയ്യുമ്പോൾ ലെഗ് സ്പേസ് ഒട്ടുമില്ല. അതുപോലെ തന്നെ ഡിക്കി സ്പേസും ഒട്ടും തന്നെ ഇല്ല കേട്ടോ. ബെലേനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് ബെലേനയ്ക്ക് നല്ല ലെഗ് സ്പേസും ഡിക്കി സ്പേസും ഉണ്ട്. അതർവൈസ് ഓക്കെയാണ്. പിന്നെ ഞങ്ങൾ ഈ കാർ എടുക്കാൻ തന്നെ കാരണം ഇതിൻ്റെ മൈലേജ് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ ഹൈബ്രിഡ് അല്ലാത്ത മോഡലും ഉണ്ട്. അതിനവർ കമ്പനി 18ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ 14 or 13 ആയിരിക്കും ഹൈബ്രിഡ് അല്ലാത്തത് കിട്ടുന്നത്. നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് ഹൈബ്രിഡാണ്. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ പകുതി ഇലക്ട്രിക്കലും പകുതി ബാറ്ററിയിലും പകുതി പെട്രോളിലും ആയിരിക്കും ഓടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കമ്പനി 28 മൈലേജ് പറയുന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് 25 വരെ നമുക്ക് മൈലേജ് കിട്ടിയിട്ടുമുണ്ട്. സോ ഹൈറൈഡർ ഹൈബ്രിഡാണ് നമ്മുടെ ഇരിക്കുന്ന കാറ്. ആ കാറിന് മൈലേജ് ഉണ്ട്. നോർമൽ ഹൈറൈഡർ എന്ന് പറഞ്ഞിട്ടുള്ള കാറുണ്ട്. ആ കാറിന് 14 മൈലേജ് ഉണ്ടാവത്തുള്ളൂ. പിന്നെയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം പെർഫോമൻസ് വൈസും ഞങ്ങൾ ഓട്ടോമാറ്റിക്കാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഓട്ടോമാറ്റിക് ആകുമ്പോൾ കുറച്ച് ചവിട്ടി പിടിക്കൽ കുറച്ച് കുറവായിരിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് വണ്ടി ഓക്കെയാണ്. ഇവിടെ കൊണ്ടിട്ടാലും ഒരു ആഡംബരം ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിഷ്ടമാണ്. വേറെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും കാറ് മൊത്തത്തിൽ ഓക്കെയാണ്. ഈ ഒരു ലെഗ് സ്പേസ് കണ്ടോ വളരെ കുറവാണ്. ബലേനൊക്കെ ആണെങ്കിൽ അവിടെ ഒരാൾ കൂടെ കിടക്കാനുള്ള സ്പേസ് ഉണ്ടാവും കേട്ടോ. ഡിക്കി സ്പേസും ഞാൻ ഇന്നലെ കാണിച്ചു. അത് രണ്ടും കുറച്ച് കുറവാണ്. ഡിക്കിയിൽ ഈ ഹൈബ്രിഡ് മോഡൽ കുറച്ചുകൂടെ കുറവാണ്. കാരണം എൻ്റെ ബാറ്ററി വരുന്നത് ബാക്ക് സൈഡിലാണ്, ഡിക്കിയിലാണ് വരുന്നത്. നോർമലിലും വലിയ സ്പേസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ആ ഒരു ബാറ്ററിയുടെ സ്പേസ് മാത്രമേ കുറവ് വരത്തുള്ളൂ. ആ ഒരു വിഷയം മാത്രമാണ് എനിക്ക് ഈ ഒരു കാറിൽ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. ബാക്കി എല്ലാം കൊണ്ട് തന്നെ നമ്മൾ യാത്ര ചെയ്യുന്നതൊക്കെ ഭയങ്കര കംഫർട്ടബിളാണ്. ഭയങ്കര സുഖമായിട്ടിരിപ്പുണ്ട്. ബാക്കിലായാലും നല്ല ഇരിക്കാൻ സുഖമുണ്ട്, ഫ്രണ്ടിലായാലും നല്ല ഇരിക്കാൻ സുഖമുണ്ട്. നമ്മൾ കാറിലിരിക്കുന്നതെന്ന് അറിയാതെ അത്രയും ഇതായിട്ടൊക്കെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ കാറ് കൊള്ളാം. ഇതുപോലെ തന്നെയായിരിക്കും ഗ്രാൻഡ് വിതാരയും.
രണ്ടും സെയിം തന്നെയാണ്. പക്ഷെ നമ്മളിപ്പോൾ ടൊയോട്ടോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ആർക്കെങ്കിലുമൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മൈലേജ് ഞങ്ങളുടെ വണ്ടിക്ക് ഉറപ്പായിട്ടും ഹൈ റൈഡർ ഹൈബ്രിഡിന് 25 വരെ കിട്ടുന്നുണ്ട്. മറ്റ് വണ്ടിക്ക് ഇത്രയും കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വേണമെന്നുള്ളവർക്ക് നല്ലൊരു ചോയ്സ്, മൈലേജാണ് നോക്കുന്നതെങ്കിൽ നല്ലൊരു ചോയ്സാണ് ഹൈ റൈഡർ ഹൈബ്രിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതേ വണ്ടിയെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി സുന്ദരനാക്കിയിട്ടുണ്ട്. കുമാരപുരത്തുള്ള ഗ്ലോ പ്രീമിയം കാർ വാഷ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കൊണ്ടുവന്നത്. ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കടയാണ്. അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ. ഞങ്ങളിതിൽ കമ്പനി തന്നെ സെറാമിക് കോട്ടിങ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കമ്പനിയെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു സെറാമിക് കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഒരു തിളക്കവും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കിട്ടും. ഇപ്പോൾ എടുക്കുന്ന എല്ലാ കാറുകൾക്കും സെറാമിക് കോട്ടിങ് ചെയ്യാറുണ്ട്. ചിലർ ചെയ്യും, ചിലർ ചെയ്യില്ല, ഓപ്ഷണലാണ്. പക്ഷേ നമ്മൾ ചെയ്തു. ബ്ലാക്ക് വുഡ് ആയതുകൊണ്ട് സെറാമിക് കോട്ടിങ് കൂടെ ചെയ്യുമ്പോൾ നല്ല ഗ്ലേസിങ് ആയിരിക്കും വാഷ് എല്ലാം കഴിയുമ്പോഴേക്കും. എന്തായാലും കാർ വാഷ് ചെയ്ത് നല്ല കുട്ടപ്പനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഫ്ലോർ മാറ്റ്. ഇത് ഫ്ലോർ ഫുൾ മാറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതാകുമ്പോൾ നമ്മൾ ഇപ്പോൾ ചവിട്ടിയാലും മണ്ണൊക്കെ പിടിച്ചാലും നമുക്ക് വാക്യൂം ചെയ്താലും പോവും. മറ്റേത് അതിലിങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കും. ഒരു പെട്ടെന്ന് വൃത്തികേടാകും നമ്മുടെ കാറ്. ഇതാകുമ്പോൾ നല്ല നീറ്റായിട്ട് കിടക്കും. നമ്മൾ ഒരുപാട് യാത്രയൊക്കെ ചെയ്യുന്നതല്ലേ, ചെളിയും മണ്ണും പൊടിയും ഒക്കെ ഒരുപാട് ചവിട്ടി കയറും. അപ്പോൾ അത് എന്തായാലും വൃത്തികേടാകും. നമ്മൾ ബലേനിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഏത് കാർ എടുത്താലും വീട്ടിലെ ഡിസൈറിലും എല്ലാത്തിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാറ് നല്ല വൃത്തിക്ക് കിടക്കും. അതുകൊണ്ട് എല്ലാ കാറിലും അത് മസ്റ്റായിട്ട് ആദ്യമേ ചെയ്യും. കൂളിംഗ് കവറൊക്കെ ഒട്ടിച്ചു. ഭയങ്കരമായിട്ടല്ല കേട്ടോ, ചെറിയ ലൈറ്റായിട്ട് ഒന്ന് സണ്ണിൽ നിന്നും പ്രൊട്ടക്ഷൻ നേടാൻ വേണ്ടിയിട്ട് മാത്രം. അയ്യോ എന്ത് വെയിലാന്ന് പറയുക, കയ്യിലൊക്കെ അടിച്ചങ്ങ് കയറും, പൊള്ളിപ്പോവും. ഇപ്പം തന്നെ കത്തിപ്പോകും തോന്നുന്നു. അമ്മാതിരി വെയിലാണ് ഈ ഗ്ലാസ് വഴി അകത്തേക്ക് കിട്ടുന്നത്. പിന്നെ രാത്രി നൈറ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ കുറച്ച് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അത്ര നമുക്ക് ഇതാവില്ല എങ്കിലും ഒരു ആൻറ്റി ഗ്ലെയർ അതെന്താ പറയുമല്ലോ, എനിക്കത് വരുന്നില്ല കേട്ടോ. ആ ഒരു സംഭവം കൂടി ഫ്രണ്ട് ഗ്ലാസ്സിൽ ചെയ്തത്. ഇതെല്ലാം ഓപ്ഷണലായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. വേണമെങ്കിൽ ചെയ്താൽ മതി. നമുക്ക് അത്യാവശ്യം എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. നമ്മളതുകൊണ്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ ഏട്ടനെ അവിടെ ആക്കിയിട്ട് നേരെ പച്ചക്കറിയെല്ലാം വാങ്ങിച്ചിട്ട് നേരെ വീട്ടിൽ പോകാമെന്ന് കരുതി. നാളെയാണ് ഓണം. ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണെങ്കിലും പച്ചക്കറിയെല്ലാം മേടിച്ച് ഞാൻ വീട്ടിൽ പോയി കുറച്ച് പച്ചക്കറിയെല്ലാം കട്ട് ചെയ്ത് വെക്കാൻ നിന്തി. കാരണം ഉത്രാടം ദിവസം എനിക്ക് കുറച്ച് തിരക്കുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കെല്ലാം കൂടി തിരുവോണത്തിൻ്റെ അന്ന് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്നേ പച്ചക്കറികളെല്ലാം വാങ്ങി കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ അത്രയും ജോലി ഒതുങ്ങിയിരിക്കുമല്ലോ എന്ന് കരുതി നമ്മുടെ പേയാട് കുണ്ടമങ്കടവിലുള്ള ഒരു പച്ചക്കറി കടയിൽ പോകുന്ന വഴിക്കുള്ള ഒരു കുണ്ടമങ്കടവ് പാലമൊക്കെ എത്തുന്നതിന് മുന്നുള്ള ഒരു പച്ചക്കറി കടയിൽ കയറി സാധനം വാങ്ങുകയാണ്. ഞാൻ വീഡിയോ എടുത്തപ്പോൾ അവർ കരുതി ഞാൻ വേറെന്തിനോ വേണ്ടി വീഡിയോ എടുക്കുകയാണെന്ന് കരുതി. ഞാൻ പറഞ്ഞു ഇല്ല ചേട്ടാ, യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അവർക്കൊരു സമാധാനമായി. പച്ചക്കറി 100 രൂപ കിറ്റായിട്ട് നമുക്ക് കിട്ടും. അതിൽ അവിയൽ, സാമ്പാർ, തോരനുള്ളത് കിട്ടും. അപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ആ കടയിൽ കയറി വാങ്ങി എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. ചിലപ്പോഴൊക്കെ ഇതുവഴി പോകുമ്പോൾ ഇവിടുന്ന് വാങ്ങാറുണ്ട്. അപ്പോൾ 100 രൂപയ്ക്കുള്ള സാമ്പാർ, അവിയൽ, തോരൻ, പച്ചക്കറി വാങ്ങി. കുറച്ച് പച്ചമുളക് അല്ലാതെ വാങ്ങി. ഇതിൽ ബീട്രൂട്ടായിരുന്നു തോരനുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് ബീട്രൂട്ട് വേണ്ട ചേട്ടാ, ക്യാബേജ് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ ക്യാബേജ് തരാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ചേട്ടൻ കരുതി ഞാൻ ക്യാബേജിൻ്റെ കാര്യം എന്തോ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് വീഡിയോ എടുക്കാമെന്ന് കരുതി. ഞാൻ ക്യാബേജ് തരാമെന്ന് പറഞ്ഞില്ല, പിന്നെ എന്തിന് വീഡിയോ എടുക്കണമെന്ന് കരുതി ചേട്ടൻ അങ്ങനെ പറയാൻ പറഞ്ഞു. ഇല്ല ചേട്ടാ, ഞാൻ യൂട്യൂബിൽ ഇടാനാണെന്ന് പറഞ്ഞപ്പോൾ ചേട്ടന് സമാധാനം കേട്ടോ. എന്നിട്ട് പച്ചക്കറിയും വാങ്ങി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ കുറച്ച് ജമന്തി പൂവിൻ്റെ മറ്റേ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ ഇങ്ങനെ ഡോറിലിടാൻ വേണ്ടി ഞാനത് ഒരു ഫാൻസിയിൽ നിന്ന് വാങ്ങിയായിരുന്നേ. ഇത്രയും വാങ്ങി നേരെ വീട്ടിലേക്ക്. അപ്പോഴേ നമ്മുടെ ഓണം എത്തി. ഇത് ഓണത്തിന് വേണ്ടിയിട്ട് ഞാൻ അരിഞ്ഞ് പറക്കി വെക്കുക കേട്ടോ. കാരണം നാളെ ഒന്നും എനിക്ക് സമയം കിട്ടില്ല. നാളെ നമുക്കൊരു മരണത്തിൻ്റെ ആണ്ട്, ഒരു വർഷം തികഞ്ഞതിൻ്റെ ഒരു ചടങ്ങുണ്ട്. അങ്ങനെയൊക്കെ പോകണം. അങ്ങനെയൊക്കെയുള്ള 1-2 കാര്യങ്ങളുള്ളത് കൊണ്ട് എനിക്ക് നാളെ സമയം കിട്ടില്ല. നാളെ വേറെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഇന്ന് പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെച്ചാൽ മറ്റന്നാളത്തേക്ക് എളുപ്പമാവും. അപ്പോൾ സാമ്പാർ, അവിയൽ, തോരൻ, കിച്ചടി. വേദയ്ക്ക് ബീട്രൂട്ട് കിച്ചടിയാണ് ഇഷ്ടം. അപ്പോൾ ബീട്രൂട്ട് കിച്ചടി മാത്രം വയ്ക്കാം. പച്ചടി വെക്കണോ? പച്ചടി വേദയ്ക്ക് അതാണ് ഇഷ്ടം. അതുകൊണ്ട് ബീട്രൂട്ട് കിച്ചടി മാത്രം വയ്ക്കാമെന്ന് കരുതി. നമ്മൾ 3 പേരല്ലേ ഉള്ളൂ, വച്ചാലും വേസ്റ്റ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞ് വാങ്ങിക്കാമെന്ന്. പക്ഷേ ഞാൻ കരുതി വാങ്ങിക്കണ്ട, ഓണമായാൽ നമ്മളെ വീട്ടിൽ വയ്ക്കുക തന്നെ വേണം. അത് വേറൊരു ഇതാണ് കേട്ടോ. അപ്പോൾ അവിയലും തോരനും സാമ്പാറും കിച്ചടിയും പരിപ്പും. സാമ്പാർ ഞാൻ പറഞ്ഞ എത്രയും സാധനങ്ങളാണ്. സാമ്പാർ, അവിയൽ, തോരൻ, കിച്ചടി, പരിപ്പ്, പപ്പടം, അടപ്പായസം. ഇത്രയും മാത്രമാണ് നമ്മുടെ. പിന്നെ കടല വയ്ക്കണോ? ഏത് വേണം വയ്ക്കാം, വാങ്ങിച്ചില്ല പായസത്തിന്. സേമ്യ വേണ്ട, ഏതെങ്കിലും ഒരു നല്ല വേറെ പായസം. ഇത്രയാണ് നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ക്യാബേജ് തോരൻ.
ചേട്ടൻ ബീട്രൂട്ട് തോരനാണ് ഇട്ടിരുന്നത്. ഞാൻ പറഞ്ഞു ചേട്ടാ ക്യാബേജ് തോരൻ തരൂ. ഇത്രയും പച്ചക്കറി 100 രൂപയാണ് കേട്ടോ. നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്ത് ഇങ്ങനെ സാമ്പാർ, അവിയൽ, തോരൻ, മലക്കറി അങ്ങനെ കിട്ടും കേട്ടോ. അങ്ങനെയുള്ള പച്ചക്കറിയാണ്. അതിൻ്റെ കൂടെ ബീട്രൂട്ടാണ് ആക്ച്വലി തോരൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ചോദിച്ച് വാങ്ങി, എനിക്ക് ക്യാബേജ് മതി എന്ന് പറയും. ഇവിടെ ബീട്രൂട്ട് ആർക്കും വലിയ താല്പര്യമില്ല, അതുകൊണ്ട്. അപ്പോൾ നമ്മൾ സാമ്പാറിന്, അവിയലിനും തോരനും അരിഞ്ഞ് വയ്ക്കാമെന്ന് കരുതിയേ. എല്ലാമേ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. എത്ര ദിവസം വേണോ ഇരിക്കുകയും ചെയ്യും. നമുക്ക് ജോലിക്കും എളുപ്പം. അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് പണി പാളും കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഏട്ടനില്ല, വേദയും മിക്കവാറും കാണില്ല. അവർ രണ്ടുപേരും കള്ളിക്കാട് പോകുന്നു എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മയും അച്ഛനും കൂടി വരണം എന്നൊക്കെ പറഞ്ഞ് നിന്നതാണ്. പിന്നെ പപ്പിയുടെ കാര്യം ആലോചിച്ചിട്ട് അച്ഛൻ പറഞ്ഞ് വരുന്നില്ല എന്ന്. മിക്കവാറും ഓണങ്ങളിൽ അമ്മയും അച്ഛനും കൂടി ഇവിടെ വരാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം വന്നില്ല കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ജോലി. ഞാനങ്ങോട്ട് പോവുകയില്ല ഓണത്തിൻ്റെ അന്ന്. നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ. അവിടെ പിന്നെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ വിളിച്ചിങ്ങി വരുത്തും. വേദ, അയ്യോ അത് പറയാം, വേദ നെട്ടയത്ത് നിൽക്കുകയാണ് കേട്ടോ. അവിടെ പോയി നിൽക്കുകയാണ്. ചീമ അവിടെ നിൽക്കുന്നതുകൊണ്ട് അവളും പോയി ഇവിടെ നിൽക്കുകയാണ്. വേറൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഇത് 3-നല്ലേ ഉള്ളൂ അരിഞ്ഞ് വെക്കാമെന്ന് എഴുതി. സാമ്പാറിൽ കിടക്കുന്ന ക്യാരറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേദയ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ല, അത് വേറെ കാര്യം. പായസം മിക്സൊക്കെ ഒരുപാട് പായസം മിക്സ് ഇരിക്കുന്നു. നമ്മുടെ DTDC തന്ന പരിപ്പ് പായസം മിക്സ് ഇരിപ്പുണ്ട്. നമ്മുടെ കാഞ്ചനയുടെ സേമിയ പായസം മിക്സ് ഇരിപ്പുണ്ട്. അങ്ങനെ ഒരുപാട് സേമിയ പായസം, പാലട പായസമൊക്കെ ഇരിപ്പുണ്ട്. അപ്പം ഓണത്തിന് നമ്മളൊരു ട്രഡീഷണലായിട്ട് മറ്റേ കടല അതൊക്കെയല്ലേ വയ്ക്കുന്നത്. കുറച്ച് വയ്ക്കുള്ളൂ കേട്ടോ. കാരണം ഇവിടെ ഒരു നേരം പോലും ഏട്ടനൊന്നും പായസം കുടിക്കാത്ത മനുഷ്യർ ഈ ലോകത്തുണ്ടോ? ഏട്ടനും വേണ്ട, വേദയ്ക്കും വേണ്ട. അപ്പോൾ വളരെ കുറച്ച് മാത്രമേ വയ്ക്കുന്നുള്ളൂ. 3-ാം ഓണത്തിൻ്റെ അന്ന് ദീപചേച്ചിയുടെ അവിടെ പോവുകയാണ്. അപ്പോൾ പിന്നെ വെച്ചിട്ടിരുന്നാലും ഒരു കാര്യമില്ല. ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും കഴിക്കാൻ ആളില്ല. നാളെ ക്ലീനിങ്, അത്തപ്പൂടൽ, അങ്ങനെ കുറേ ഏറെ പരിപാടികൾ. അത്തപ്പൂടാൻ കയറിയാലേ പിന്നെ ഒരു കാര്യം നടക്കത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് പച്ചക്കറികളൊക്കെ അരിഞ്ഞ് പറക്കി വയ്ക്കുന്നത്. ചിലർ സാമ്പാറിൽ പീയണിക്ക ഇടില്ല, പക്ഷെ ഞാനിടും. എന്നിട്ടത് ഞാൻ പറക്കി വേദയ്ക്ക് കൊടുക്കും കേട്ടോ. കൊച്ചു കുട്ടികൾക്ക് പീയണിക്ക ഏറ്റവും ബെസ്റ്റാണ്. സാമ്പാറിലൊക്കെ ഉള്ളത് ഞാനിങ്ങനെ കൊടുക്കുമ്പോൾ വേദ കഴിക്കാറുണ്ട് കേട്ടോ. എന്നെ പേടിച്ചിട്ടായിരിക്കും. വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. സാമ്പാർ പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈവനിങ് കൂടെ എടുക്കാം. അതെ, സാമ്പാറിൻ്റെ ഉള്ളതായേ ഇത്രയ്ക്കും വയ്ക്കുന്നുള്ളൂ. തക്കാളിയൊന്നും അരിഞ്ഞിട്ടില്ല, അന്ന് എടുക്കുമ്പോൾ അരിയാം. അയ്യോ, ഇനി ഇതിൽ കൊച്ചുള്ളി അരിഞ്ഞിടണം. പിന്നെന്താണ്, ഞാൻ അച്ചാറുകളൊന്നും വച്ചില്ല കേട്ടോ. ഫ്രിഡ്ജിൽ സ്ഥലമില്ല. നമ്മൾ പൂവെല്ലാം കൂടെ കെട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് സ്ഥലം ഒട്ടുമില്ല. അതൊക്കെ ഇനി എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുമെന്ന് അറിയില്ല. കൊച്ചുള്ളി ഇട്ടില്ല. അച്ചാറുകളൊന്നും വച്ചില്ല. കൊച്ചുള്ളി വാങ്ങിച്ചുകൊണ്ടും തറയിലിട്ടേ. ഇത് 1/4 കിലോ മാത്രം. നാളെ വേറെ വാങ്ങിക്കണം കേട്ടോ. അപ്പം അത്യാവശ്യം ഞാൻ ചെന്ന് മുകളിൽ നിന്ന് പെട്ടെന്ന് വാങ്ങിച്ചതാണ്. പറഞ്ഞെന്താ വന്നത്, അച്ചാറുകളൊന്നും ഇട്ടില്ല. ഒന്നുകിൽ കള്ളിക്കാട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഏട്ടൻ തിരുവോണത്തിന് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് വരും. അല്ലെങ്കിൽ നാളെ ഞാനൊന്ന് നെട്ടയം പോകുമ്പോൾ നെട്ടയത്ത് നിന്ന് എടുത്തിട്ട് വരും. നാരങ്ങ അച്ചാർ ഇരിപ്പുണ്ട്. മാങ്ങയും ഇഞ്ചിയും ഇല്ല. ഇവിടെ ഞാൻ മാങ്ങ അച്ചാറൊന്നും ഇട്ടാൽ ആരും കൂട്ടില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ ഇടാറുമില്ല. ഓക്കെ, നമ്മുടെ അവിയൽ, തോരൻ, സാമ്പാർ, പച്ചക്കറികൾ അരിഞ്ഞു. കിച്ചടിക്കുള്ള ബീട്രൂട്ട് തോട് ചെത്തി പീൽ ചെയ്തൊക്കെ വച്ചിട്ടുണ്ട്. ഇനി വേറൊന്നുമില്ല, വച്ചാൽ മാത്രം മതി കേട്ടോ. മറ്റന്നാളത്തേക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. പരിപ്പ് കറി ഇവിടെയല്ലേ വയ്ക്കുന്നുള്ളൂ, ബാക്കി വേറൊന്നും വയ്ക്കുന്നില്ല. അതുകൊണ്ടെല്ലാം ആയിട്ടുണ്ട്. കുഞ്ഞ് സദ്യ കേട്ടോ. കാരണം നമ്മൾ 3 പേരേ ഉള്ളൂ, അതുകൊണ്ട് ചിലവാകത്തില്ല. വെറുതെ വെച്ച് കളയാവുന്നതേ ഉള്ളൂ. എങ്കിലും വീട്ടിൽ വയ്ക്കണമെന്നുള്ളൊരു കൊതി കൊണ്ട് വീട്ടിൽ വയ്ക്കണമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് എൻഡ് ചെയ്യാം. പുതിയൊരു നല്ല വിശേഷമായിട്ട് കാണാം. മിക്കവാറും ഈവനിങ് ഞാനൊരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യും. നമ്മുടെ ഉത്രാട ദിവസം ഉത്രാടം വീഡിയോ കാണണ്ടേ. അപ്പോൾ എല്ലാവർക്കും ഉത്രാടം ആശംസകൾ. അത് വീഡിയോയുടെ ആദ്യം തന്നെ പറയേണ്ടതായിരുന്നു, പക്ഷേ ഞാൻ മറന്നുപോയി. അതുകൊണ്ട് ഇപ്പോൾ പറയാണ്. എല്ലാവർക്കും ഉത്രാടം ദിനം ആശംസകൾ.
വൈകുന്നേരം ഉത്രാടം വിശേഷം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.